ഇനി നമ്മൾ കടക്കുന്നത് കരിഷ്മ ആന്റണിയിലേക്കാണ്. 101 കലങ്ങളിൽ പൊങ്കാലയിടുന്ന ഭക്തിയുടെ വിശേഷങ്ങളുമായി ഇപ്പോൾ കവടിയാറിൽ നിന്നും കരിഷ്മ ആന്റണി ചേരുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പൊങ്കാല വിശേഷമാണ് കരിഷ്മ ആന്റണിക്ക് പങ്കുവെക്കാനുള്ളത്. കരിഷ്മയുടെ റിപ്പോർട്ടിൽ കാണാം. പൊങ്കാലയുടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരെ നമ്മളെല്ലാം കണ്ടത് ഓരോ കലങ്ങളിൽ ഓരോരുത്തർ പൊങ്കാല അർപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 101 കലങ്ങളിൽ പൊങ്കാല ഇടുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാർ രാജ്ഭവൻ്റെ അടുത്താണ്. ഇങ്ങനെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു കലങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് അവർ പറയുകയുണ്ടായി 101 കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ 101 കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കാൻ വന്ന അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇതിന് പിന്നിലെ ഇത്രയും? എല്ലാവരും സാധാരണ ഓരോ കലങ്ങളിൽ പൊങ്കാല ഇടുകയും ആ കലത്തിൽ തന്നെ മാറി മാറി ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരേ രീതിയിൽ കുഞ്ഞു കുഞ്ഞായി 101 കലങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതാണ്. എന്താണ് ഇതിന് പിന്നിലെ കഥ? ഇല്ല, നമ്മൾ കുറച്ച് നാളുകൊണ്ട് തിരുവനന്തപുരത്ത് കുറേ വർഷങ്ങളായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര വിശ്വാസമാണ്. ദേവിയുടെ നമ്മൾ പോവുകയും പൊങ്കാല എല്ലാം ഇതുവരെ സമർപ്പിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ ഓരോ എന്താ പറയുക ഒരു ആഗ്രഹമായിരുന്നു. ഓരോ ആഗ്രഹങ്ങളും ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ വർഷം പൊങ്കാല ഇടുമ്പോഴും ജീവിതത്തിൽ ഓരോ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നേർച്ച പോലെ 101 നിറഞ്ഞുള്ള പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. കാര്യം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം വളരെ നല്ലതായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ കൊല്ലത്തുള്ളവരാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ തിരുവനന്തപുരത്താണ് സെറ്റിലായിട്ടുള്ളത്. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്, ദേവിയെടുത്ത് എപ്പോഴും പോകാറുണ്ട്. അതിനോടുള്ള ഇതുകൊണ്ടെങ്കിൽ ഇടുന്നതാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ 101 കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കാറ്? ഇല്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇത്രയും നാൾ ഓരോ കലത്തിലിട്ട് അതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഈ വർഷം കുറേ കോവിഡിന് ശേഷമുള്ളതല്ലേ, അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വീട്ടിൽ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ആഴത്ത അമ്പലത്തിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്നപ്പം 101 കലത്തിൽ അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സൗകര്യമുണ്ട്. അപ്പം നമ്മളങ്ങ് ഇടാന്ന് വെച്ചു. ഒറ്റയ്ക്കാണോ ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ? അല്ല, അത് നമ്മൾ എല്ലാവരും ഉണ്ട്, കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എല്ലാവരോടൊപ്പം ഇരുന്നിടാന്ന് വെച്ചു. എത്ര ദിവസങ്ങളായിട്ടാണ് ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്? ഇല്ല, ഒരാഴ്ച കൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ ഒരാഴ്ച മുന്നേ പോയി തൊഴുതു. ഇപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. നേരത്തെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ഇന്നിപ്പം ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒന്നും കൂടി പോകാമെന്ന് വെച്ചു. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു, അവിടെ നിന്ന് തന്നെ കലങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു, ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ 2 ദിവസം കൊണ്ട് എല്ലാം റെഡിയാക്കി. ഇന്ന് വെളുപ്പിന് വന്ന ആ കലമെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു. ഈ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ വ്രതം അങ്ങനെ ഇതൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഏതുവരെ? അല്ല, വ്രതമൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ട്. അമ്പലത്തിൽ ഇതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിന് മുന്നേ ഇപ്പം കൊടിയേറിന് ആ ഒരു സമയത്ത് പോയതുള്ളൂ. അതിനുശേഷം ഇത്രയും ദിവസത്തിനുള്ളിൽ ഇപ്പോൾ പോയില്ല. കാര്യം പോയി തൊഴുതു. ഈ തിരക്കിൻ്റെ ഇടയിൽ വീണ്ടും പോയിട്ട് വലിയ പാടാണ്. അപ്പം ഈ കുഞ്ഞുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് ഒന്നുകൂടി പോകാമെന്ന് കരുതുക. അപ്പോഴത്തേനും എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ട് ഇന്നും കൂടി പോകാം. നാളെയല്ലേ ഉത്സവം തീരുന്നത്. നിരവധി കഥകളുണ്ട് ഇവിടത്തെ ഓരോ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന സ്ത്രീകൾക്ക് പറയാൻ. അതിൽ നിന്നും വ്യത്യസ്തമായാണ് 101 കലങ്ങളിൽ പൊങ്കാല അർപ്പിച്ചത് ദേവിക്ക് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭക്തയുടെ കഥയാണ് നമ്മൾ കേട്ടത്. നമുക്ക് കാണാൻ സാധിക്കും, വളരെ രസകരമായ രീതിയിലാണ് കലങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത്. ഒരേ സൈസിലുള്ള 101 കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ഒരു കഥയാണ്. ഇതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകളുടെ കഥകൾ ഇവിടെയുണ്ട്. ഓരോ പൊങ്കാല ഇടുന്നതിന് പിന്നിലും ഓരോ സ്ത്രീകൾക്കും പറയാൻ ഇതുപോലെ 1000 കഥകളുമുണ്ട്.